അത് സംസ്ഥാനത്തിന് പുറത്തുള്ള വിഷയം ആണ്. പ്രത്യേകിച്ച് നമ്മുടെ അയൽ സംസ്ഥാനമായ കർണാടകയിലേക്ക് ആണ്. കർണാടകയിലെ കോൺഗ്രസ് സർക്കാർ ബുൾഡോസർ ഉപയോഗിച്ച് വീടുകൾ ഇടിച്ചു നിരത്തിയ വിഷയത്തിൽ കേരളത്തിലും വിവാദം കൊഴുക്കുന്ന സാഹചര്യം ആണ് ഉള്ളത്. ഈ വിഷയത്തിൽ കോൺഗ്രസിന്റെ ഹൈക്കമാൻഡ് ഇടപെട്ടിരുന്നു. കർണാടകയിൽ ചില ഇടപെടലുകൾ ഉൾപ്പെടെ നടത്തുകയും ചെയ്തിരുന്നു. അവിടെ എന്താണ് സംഭവിച്ചത്? എന്തുകൊണ്ടാണ് കോൺഗ്രസിന്റെ ഹൈക്കമാൻഡിന് ഈ വിഷയത്തിൽ ഇടപെടേണ്ടതായി വന്നത്? കർണാടക സർക്കാർ കുറ്റപ്പെടുത്തലുകൾ നേരിടുന്ന ഒരു സാഹചര്യം എങ്ങനെയാണ് സൃഷ്ടിച്ചത്? അതിനെ കേരളത്തിന്റെ രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ എങ്ങനെയാണ് അവതരിപ്പിച്ചത്? ഇതാണ് നമ്മൾ വിശദമായി പരിശോധിക്കാൻ പോകുന്നത്. പൊളിറ്റിക്കൽ ഡെസ്കിൽ നിന്ന് MG മിഥുൻ ആണ് ഈ ഘട്ടത്തിൽ ചേരുന്നത്. മിഥുൻ, ഈ ബുൾഡോസർ രാജ് എന്നത് പ്രധാനമായും BJPക്ക് നേരെ ഉയരുന്ന ആരോപണം ആണ്. അപ്പോൾ ഈ ബുൾഡോസർ രാജ് എന്ന ആരോപണം ഇപ്പോൾ കോൺഗ്രസ് നേതൃത്വം നൽകുന്ന കർണാടകയിലെ സർക്കാർ നേരിടുന്ന ഒരു പശ്ചാത്തലം ഉണ്ടാകുന്നു. എന്താണ് യഥാർത്ഥത്തിൽ ഇങ്ങനെയൊരു ആരോപണത്തിന് പിന്നിൽ? എന്തുകൊണ്ടാണ് ഇങ്ങനെയൊരു ആരോപണം ഇപ്പോൾ കോൺഗ്രസ് കർണാടകത്തിൽ നേരിടുന്നത്? കർണാടകയിലെ ബുൾഡോസർ രാജ് എന്നത് ഇപ്പോൾ വലിയ ചർച്ചയാകുന്ന സാഹചര്യം. ദേശീയ രാഷ്ട്രീയത്തിലും ഒപ്പം സംസ്ഥാന രാഷ്ട്രീയത്തിലും ഈ വിഷയം ചർച്ച ചെയ്യപ്പെടുന്ന സാഹചര്യം ആണ് ഉള്ളത്. എന്തുകൊണ്ടാണ് ഈ ബുൾഡോസർ രാജ് ദേശീയ രാഷ്ട്രീയത്തിൽ ഇപ്പോൾ ചർച്ച ചെയ്യപ്പെടുന്നത്? അതോടൊപ്പം തന്നെ കേരളത്തിലും എന്നതാണ് നമ്മൾ ഇനി വിശദമായി പരിശോധിക്കാൻ പോകുന്നത്. പ്രത്യേകിച്ച് രാഷ്ട്രീയമായി ഏറെ വിവാദം സൃഷ്ടിച്ച ഒന്നായി മാറുന്നു ഈ വിഷയം എന്നതുകൊണ്ട് എന്താണ് മിഥുൻ ഈ കർണാടകത്തിൽ സംഭവിച്ചത്? നമ്മൾ ഇക്കാര്യങ്ങൾ പരിശോധിക്കുമ്പോൾ പ്രത്യേകിച്ച് നമുക്കറിയാം ഇത് വളരെ വിവാദമാകുന്നതെന്ന് പറയുന്നത് ഏകദേശം 400ഓളം കുടുംബങ്ങളെ ഈ കുടിയൊഴിപ്പിച്ച ഒരു നടപടി അതൊരു തരത്തിലും അംഗീകരിക്കാനാകില്ല എന്ന രീതിയിലാണ് ഇത്തരത്തിൽ രാഷ്ട്രീയ പാർട്ടികളൊക്കെ രംഗത്ത് വരുന്നത്. പക്ഷേ ഇതിൻ്റെ വസ്തുത കൂടി നമുക്ക് അഭിലാഷ് പരിശോധിക്കേണ്ടിയിരിക്കുന്നു. അതായത് ഏകദേശം 30 വർഷം മുമ്പ് കർണാടകയിൽ ഈ ഒരു കോറിയുടെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് ഏറ്റെടുത്തിട്ടുള്ള ഒരു വസ്തുവാണ്. അത് സർക്കാരിൻ്റെ അധീനതയിലുള്ള ഒരു കോറിയായിരുന്നു ഇവിടെ പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. ആ സമയത്ത് ആന്ധ്രാപ്രദേശിൽ നിന്നും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുമൊക്കെ നിരവധി പേർ ഇവിടെ ജോലിക്കായി എത്തിയിരുന്നു. ആ ജോലിക്കായി എത്തിയിരുന്നവർ ഇവിടെ തന്നെ ഈ പ്രദേശം, അതായത് കോറി നടക്കുന്നതിന് സമീപത്ത് തന്നെയായി ഇത്തരത്തിൽ കുടിലുകൾ കെട്ടി താമസിക്കുന്നതായിരുന്നു. അന്നു മുതൽ താമസിച്ചു വരികയായിരുന്നു. അത് ഏകദേശം ഈ ഒരു കോറിയുടെ പ്രവർത്തനം 10 വർഷക്കാലം മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. 10 വർഷത്തിന് ശേഷം ഈ കോറിയുടെ പ്രവർത്തനം അവസാനിപ്പിക്കുകയും അത് പിന്നീട് അവിടെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വന്ന ഏകദേശം ഒരു പകുതിയോളം ആളുകൾ തിരികെ അവരുടെ സ്ഥലങ്ങളിലേക്ക് തിരികെ പോവുകയും ചെയ്തു. ബാക്കി പകുതിയോളം ആളുകൾ അവിടെ തുടരുകയും ഒപ്പം തന്നെ ഈ ഒഴിഞ്ഞു പോയവരുടെ കുടിലുകളിൽ ഈ പ്രദേശവാസികൾ, അതായത് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവരും ഒപ്പം തന്നെ പ്രദേശത്തുള്ളവരുമൊക്കെ ഈ സ്ഥലം കൈയേറുകയും അവിടെ വീട് വെച്ച് താമസിക്കുന്ന ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് കാര്യങ്ങൾ പോവുകയും ചെയ്തു. സ്വാഭാവികമായും നമുക്കറിയാം ഇത്തരത്തിലുള്ള പ്രദേശങ്ങളിൽ ഇങ്ങനെ ഈ ഒരു കുടിയേറ്റം അടക്കമുള്ള നടപടികൾ എല്ലാ സംസ്ഥാനങ്ങളിലും നടക്കാറുണ്ട്. അത് ഒഴിപ്പിക്കുന്നത് പതിവായി നടക്കാറുള്ള ഒരു പ്രക്രിയ തന്നെയാണ്. അതിന് മുൻകൂട്ടി നോട്ടീസൊക്കെ നൽകുകയും ചെയ്യുന്നതാണ്. ഇങ്ങനെ കുടിയേറിയിട്ടുള്ളവർക്ക് യാതൊരുവിധ രേഖയോ, അതായത് ഈ വസ്തു തങ്ങളുടേതാണെന്ന് തെളിയിക്കുന്ന തരത്തിലുള്ള ഒരു തരത്തിലുമുള്ള രേഖകളോ ഒന്നും തന്നെ ഇല്ല എന്നുള്ളതാണ്. മറ്റൊന്ന്, തിരിച്ചറിയൽ കാർഡുകളോ ഇല്ലാത്ത പല വ്യക്തികളും, പല ആളുകളും, പല കുടുംബങ്ങളും അവിടെ താമസിക്കുന്നുണ്ട് എന്നുള്ള വളരെ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ കൂടി സർക്കാർ തന്നെ പറഞ്ഞു വെക്കുകയും ചെയ്തു. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ നോട്ടീസ് നൽകുകയും ഇവിടെ ഒരു മാലിന്യം സംസ്കരിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു പ്ലാന്റ് തുടങ്ങുന്നതിന് വേണ്ടിയുള്ള ഒരു അനുമതി സംസ്ഥാന സർക്കാർ നൽകുകയും ചെയ്തത്. കാലങ്ങളായി, അതായത് ഈ കോറിയുടെ പ്രവർത്തനം അവസാനിപ്പിച്ചതിന് ശേഷം അവിടെ വലിയ ഗർത്തങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അവിടെ ഈ വേസ്റ്റുകൾ, ഈ മാലിന്യങ്ങളൊക്കെ അവിടെ കൊണ്ട് തള്ളുന്നതും പതിവായിരുന്നു. അതായത് ഈ ആളുകൾ താമസിക്കുന്നതിന് സമീപത്ത് തന്നെയാണ് ഈ ഒരു വലിയ ഗർത്തങ്ങളുള്ളത്. അവിടെയാണ് ഈ മാലിന്യങ്ങൾ കൊണ്ട് തള്ളുകയും ചെയ്തത്. അവിടെ ഒരു മാലിന്യ സംസ്കരണ പ്ലാന്റ് രൂപീകരിക്കാൻ, അല്ലെങ്കിൽ അതൊരു നിർമ്മാണ യൂണിറ്റ് രൂപീകരിക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി നടന്നു വരികയാണ്. അതിൻ്റെ ഭാഗമായാണ് ഇവരോട് ഒഴിഞ്ഞു പോകണമെന്ന് പറയുകയും ചെയ്ത് അതിന് നോട്ടീസ് നൽകുകയും ചെയ്തു. പക്ഷേ ഇവർ ഒഴിഞ്ഞു പോകാൻ തയ്യാറായില്ല. കടുത്ത നടപടികളിലേക്ക് അതിൻ്റെ ഭാഗമായാണ് സംസ്ഥാന സർക്കാർ കടക്കുകയും ചെയ്തത്. അതിൻ്റെ ഭാഗമായാണ് കഴിഞ്ഞ ശനിയാഴ്ച പൊടുന്നനെ പുലർച്ചയോടുകൂടി വന്ന് ഇവരോട് ഒഴിഞ്ഞു പോകണമെന്നും ഈ കെട്ടിടങ്ങളെല്ലാം ഏകദേശം 400ഓളം കെട്ടിടങ്ങൾ ഇവിടെ ഇടിച്ചു നിർത്തുന്നു. അതായത് ആദ്യഘട്ടങ്ങളിൽ കുടിലുകളായിരുന്നുവെങ്കിൽ അത് പിന്നീട് അവിടെ ആ സ്ഥലം കയ്യേറിയ ആളുകൾ അവിടെ വീടുകൾ വെച്ച് താമസമാക്കുകയായിരുന്നു, സ്ഥിര താമസമാക്കുകയായിരുന്നു എന്നുള്ളതാണ്. അത് തങ്ങളുടെ വസ്തുവാണ്, അല്ലെങ്കിൽ തങ്ങളുടെ കാലങ്ങളായി താമസിക്കുന്ന തരത്തിലുള്ള ഒരു തെളിവുകളും ഇവരുടെ മക്കളില്ല എന്നുള്ളത് തന്നെയാണ് ഈ ഹൗസിംഗ് ഡിപ്പാർട്ട്മെന്റിന്റെ മന്ത്രി ഉൾപ്പെടെ ഉള്ളവർ രേഖകൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറയുകയും ചെയ്യുന്നത്. എന്തായാലും ഇക്കാര്യത്തിലൊരു വലിയ വിവാദത്തിലേക്ക് പോയി. പ്രത്യേകിച്ച് CPM ആണ് ഈ വിഷയത്തിൽ വലിയ രീതിയിലുള്ള രാഷ്ട്രീയ
വിവാദമാക്കി ഈ ഒരു വിഷയത്തെ മാറ്റുന്നു എന്നുള്ളത് തന്നെയാണ് അവർ പ്രധാനമായും ഉന്നയിക്കുന്ന. ഇങ്ങനെയുള്ള ഹീനമായ നടപടി സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നു. ബുൾഡോസർ രാജ് എന്ന രീതിയിലാണ് അതിനെ അവർ വിശേഷിപ്പിക്കുകയും ചെയ്തത്. നമുക്കറിയാം ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലുമൊക്കെ BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലുമൊക്കെ സമാനമായ രീതിയിലുള്ള നടപടികൾ മുൻകാലങ്ങളിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഈ വിഷയത്തിൽ ഇപ്പോഴും CPM മാത്രമാണ് ഒരു പ്രതിഷേധമായിട്ട് അല്ലെങ്കിൽ ഒരു വലിയ പ്രതികരണങ്ങളുമൊക്കെ ആയിട്ട് രംഗത്തുള്ളത് എന്നുള്ളതാണ്. അതിനും ചില രാഷ്ട്രീയ ലക്ഷ്യങ്ങളുണ്ട് എന്ന് തന്നെ വേണം നമുക്ക് കരുതാൻ. എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ AICC ഉൾപ്പെടെ, അതായത് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ ഒരു വിഷയത്തെക്കുറിച്ച് ചില ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ AICC യോഗം ചേർന്നപ്പോൾ, CWC യോഗം ചേർന്നപ്പോൾ ഈ വിഷയം ചർച്ചയ്ക്ക് വരികയും ഒപ്പം തന്നെ KC വേണുഗോപാൽ ഈ വിഷയത്തിൽ ഇടപെട്ടുകൊണ്ട് ഉടൻ തന്നെ ഇവർക്ക് റീഹാബിലിറ്റേഷൻ സെന്ററുകൾ ഒരുക്കുക എന്നുള്ള ഒരു കൃത്യമായ നടപടികൾ സ്വീകരിക്കണമെന്നുള്ള നിർദ്ദേശം അവിടുത്തെ മുഖ്യമന്ത്രിക്കും ഉപമുഖ്യമന്ത്രിക്കും നൽകുകയും ചെയ്തു. അതിൻ്റെ നടപടികളും കഴിഞ്ഞ ദിവസം പൂർത്തിയായതായിട്ടുള്ള വിവരങ്ങളും ഈ ഒരു ഘട്ടത്തിൽ പുറത്തു വരുന്നുണ്ട്. അതായത് ഇന്നലെ മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന ഉന്നതതല യോഗത്തിൽ 5 ലക്ഷം രൂപ നൽകാം, അതായത് സൗജന്യമായി വീട് നൽകുന്നതില്ല, ഏകദേശം 11.5 ലക്ഷം രൂപ വില വരുന്ന വീട് അത് 5 ലക്ഷം രൂപ നൽകാം എന്നുള്ളൊരു തീരുമാനത്തിലേക്കാണ് ഉന്നതതല യോഗം എത്തിയിരിക്കുന്നത് എന്നുള്ളതാണ്. അതും ഈ രേഖകൾ കൈവശമുള്ളവർക്ക് മാത്രമേ ഇത് ലഭ്യമാകൂ എന്നുള്ളതാണ്. 1-ാം തീയതി ഈ വീടുകൾ കൈമാറും, ഈ തുക കൈമാറുമെന്നുള്ളതാണ് ഇപ്പോൾ വന്നിരിക്കുന്ന നിർദ്ദേശം. എന്തായാലും ഇന്ന് തന്നെ അതിൻ്റെ ഒരു സമിതി, അവിടുത്തെ MLA അധ്യക്ഷനായിട്ടുള്ളൊരു സമിതി രൂപീകരിക്കുകയും അതിൽ യോഗ്യരായിട്ടുള്ളവർക്ക്, അതായത് ഈ തിരിച്ചറിയൽ കാർഡും ഒപ്പം തന്നെ അതിൻ്റെ കൃത്യമായ രേഖകളും ഒക്കെ ഉള്ളവർക്ക് മാത്രമേ ഈ വീടുകൾ ലഭിക്കൂ എന്നുള്ളതാണ് നമുക്ക് ഈ ഒരു ഘട്ടത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. യെസ്, തീർച്ചയായും ഇങ്ങനെയാണ് പശ്ചാത്തലമെങ്കിലും ഇതിൻ്റെ രാഷ്ട്രീയം കൂടിയുണ്ടല്ലോ. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് കേരള സർക്കാരും ഒപ്പം CPM എങ്ങനെ അവതരിപ്പിച്ചു എന്നുള്ളതാണ്. അതിന് കൃത്യമായി മറുപടി നൽകുന്ന ഒരു സാഹചര്യം ഇന്നലെ ഉണ്ടായി. കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ തന്നെ ആ വിഷയത്തിൽ പ്രതികരിച്ചിരുന്നു. എന്തായിരുന്നു അദ്ദേഹത്തിന്റെ വാക്കുകൾ എന്ന് കേൾക്കാം. ಕಮ್ಯುನಿಸ್ಟ್ನವರು ರಾಜಕೀಯ ಇಶ್ಯೂ ಮಾಡಿಬಿಟ್ಟಿದ್ದಾರೆ ಇದನ್ನ. ನನ್ ಅದರ್ ದ್ಯಾನ್ ಚೀಫ್ ಮಿನಿಸ್ಟರ್ ಆಫ್ ಕೇರಳ has made it an issue because the election is coming, assembly election is coming in the month of March or April. That is why he has sent one MLA and also Rajya Sabha member to this Kogilu. I don't know, please ask Pinarayan. It's a political, see, they make it a political issue. Please ask Pinarayan. യെസ്, ഇതായിരുന്നു പിണറായി വിജയനോട് തന്നെ ചോദിക്കൂ ഇത്തരം രാഷ്ട്രീയമായ വിവാദങ്ങളെ സംബന്ധിച്ച് എന്ന് പറയുമ്പോൾ ഇതിൽ രാഷ്ട്രീയം കളിക്കുകയാണ് കേരള മുഖ്യമന്ത്രി ചെയ്തത് എന്ന് ഉപമുഖ്യമന്ത്രി DK ശിവകുമാറും കുറ്റപ്പെടുത്തുകയുണ്ടായി. See, Kerala CM is doing politics. His election, he is in a time of losing his election. He is trying to do politics. We doesn't want to involve in. I am requesting him. You should be aware of this. This is a local issue. We have to safeguard the interest of the health hazard. We don't want illegal people to occupy in a government property. That is why there is a lot of hue and cry in this one. We don't want to create slums in Bangalore. This is a city with lot of this one. Like, I don't want to comment on other cities, but it is our duty to protect the government properties. We are doing it. If anyone have been affected, if they doesn't have houses, we have an opportunity, we have an provision to give them houses. Definitely we will help all of them. യെസ്, അതായത് മുഖ്യമന്ത്രിയും ഉപമുഖ്യമന്ത്രിയും കേരള സർക്കാരിനെയും കേരളത്തിന്റെ CPM നേതാക്കളെയും ഒക്കെ കുറ്റപ്പെടുത്തുന്ന സാഹചര്യം. അതാണ് മിഥുൻ, ഇത് രാഷ്ട്രീയമായ ഒരു മുതലെടുപ്പിനുള്ള ശ്രമം ആണ് നടത്തിയത് കേരളത്തിലെ CPM നേതാക്കൾ, പ്രത്യേകിച്ച് മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ എന്ന വിമർശനം ഇപ്പോൾ കർണാടകത്തിൽ നിന്ന് ഉയരുന്ന പശ്ചാത്തലം കൂടിയാണല്ലോ ഉള്ളത് മിഥുൻ. തീർച്ചയായും, അതായത് ഇക്കാര്യത്തിൽ കൃത്യമായ രാഷ്ട്രീയ ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നെയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കമുള്ളവരുടെ പ്രതികരണങ്ങളിലൂടെ വായിച്ചെടുക്കാൻ സാധിക്കുന്നത് എന്നുള്ളത് തന്നെയാണ്. അതായത് ഈ ഏപ്രിൽ മാസത്തോടു കൂടി കേരളത്തിൽ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോവുകയാണ്. അതിൽ വലിയ രാഷ്ട്രീയ വിവാദങ്ങൾ അല്ലെങ്കിൽ കോളിളക്കം സൃഷ്ടിക്കാൻ പറ്റുന്ന ഒരു വീണ് കിട്ടിയ ആയുധമാക്കി അതിനെ CPM കരുതുന്നു എന്ന് വേണം നമുക്ക് ഈ ഒരു വിഷയത്തിൽ മനസ്സിലാക്കാൻ. അതായത് മുസ്ലിം പോപ്പുലേറ്റഡ് കൂടുതലുള്ള ഒരു ഏരിയ കൂടിയായിരുന്നു ഈ ഒഴിപ്പിച്ച ഈ ഫറൂഖ് കോളനിയും ഒപ്പം തന്നെ ഈ വസീം ലേ ഓവർ എന്ന് പറയുന്ന ഈ
ഈ പ്രദേശങ്ങൾ അവിടെ ഇത്തരത്തിലൊരു നടപടി സ്വീകരിച്ചത്, ഈ ബുൾഡോസർ രാജിലൂടെ സ്വീകരിച്ചതെന്ന് പറയുമ്പോൾ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ ഇങ്ങനെ അതായത് അതിർത്തി സംസ്ഥാനമായ കർണാടകയിൽ പോലും ഭരണത്തിലിരിക്കുന്ന കോൺഗ്രസ് ചെയ്യുന്ന നടപടി ജനദ്രോഹപരമായിട്ടാണ്. ഇത്തരത്തിൽ ന്യൂനപക്ഷങ്ങൾക്കെതിരെയും കടുത്ത ആക്രമണം നടത്താൻ ഒരു തരത്തിലും മടിക്കാത്ത സർക്കാരായി കർണാടക സർക്കാർ മാറുന്നു. അതുപോലെ തന്നെ ആയിരിക്കാം സംസ്ഥാനത്ത് വീണ്ടും ഒരിക്കൽ കൂടി കോൺഗ്രസ് ഭരണത്തിൽ വന്നാൽ ഇവിടുത്തെ ജനങ്ങൾക്ക് മേൽ, അല്ലെങ്കിൽ ഇവിടെയും പല രീതിയിൽ ഇത്തരത്തിലുള്ള കോളനികളുണ്ട്, സർക്കാരിൻ്റെ ഭൂമികളായിട്ടുള്ള പലയിടങ്ങളിലും ഇത്തരത്തിൽ കുടിയേറ്റം വ്യാപകമായി നടക്കുന്നുണ്ട്. പ്രത്യേകിച്ച് പല ജില്ലകളിലും സമാനമായ രീതിയിലുള്ള ചില സാഹചര്യമുണ്ട്. തൃശ്ശൂരായാലും തിരുവനന്തപുരത്തായാലും എറണാകുളത്തുമൊക്കെ ഇതേ രീതിയിൽ ഈ ആളുകൾ ഇങ്ങനെ കുടിയേറി പാർക്കുകയും അവിടെ വീട് വെച്ച് താമസിക്കുന്നവർക്ക് ഒരു സ്ഥിതിവിശേഷമുണ്ട്. ഒരു സ്വാഭാവികമായും അത്തരത്തിലുള്ള കടുത്ത നടപടികളിലേക്ക് കോൺഗ്രസ് സർക്കാർ ആയാൽ പോകാനുള്ള സാധ്യത, അല്ലെങ്കിൽ അത് നൽകുന്ന സൂചന ഇതിലൂടെ ഇത്തരത്തിൽ കർണാടക സർക്കാർ ചെയ്ത പോലെ ഇത്തരത്തിൽ കോൺഗ്രസ് സർക്കാരും ചെയ്യാൻ, ഇവിടുത്തെ അതായത് കേരളത്തിൽ ഒരു കോൺഗ്രസ് സർക്കാർ വന്നാൽ അവരും അത് ചെയ്യും എന്ന രീതിയിൽ ഒരു രാഷ്ട്രീയമായി ഈ ഒരു വിഷയത്തെ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ശ്രമമാണ് പിണറായി വിജയന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായത് എന്ന രീതിയിലുള്ള ആക്ഷേപമാണ് കോൺഗ്രസ് നടത്തുകയും ചെയ്തത്. അതുകൊണ്ട് തന്നെയാണ് AICC യോഗം നടക്കുന്ന ആ വേളയിൽ തന്നെ ഈ വിഷയത്തിൽ ഒരു വെല്ലുവിളി എന്ന രീതിയിൽ മുഖ്യമന്ത്രി ചില പ്രസ്താവനകൾ ഇറക്കുന്നു. അക്കാര്യത്തിൽ AICCയുടെ ഇടപെടൽ ഉണ്ടാകുന്നു. കഴിഞ്ഞ ദിവസം റഹീം MP ബാംഗ്ലൂരിൽ പോവുകയും ഈ പ്രദേശം സന്ദർശിക്കുകയും ചെയ്തപ്പോഴും പോലും സമാനമായ രീതിയിലുള്ള വാക്കുകളായിരുന്നു. അതായത് AICCക്കും പ്രിയങ്ക ഗാന്ധിക്കും ഒപ്പം തന്നെ സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും ഇക്കാര്യത്തിൽ എന്ത് മറുപടിയാണ് പറയാൻ പോകുന്നത്? അത് കാരണം ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലൊക്കെ സമാനമായ രീതിയിൽ BJP ഈ രീതിയിൽ ബുൾഡോസർ രാജിലൂടെ കെട്ടിടങ്ങൾ ഇടിച്ചു നടത്താറുണ്ട്. അതിലൊക്കെ വലിയ പ്രതിഷേധം നടത്തിയിട്ടുള്ള കോൺഗ്രസ് എന്തുകൊണ്ട് ഇക്കാര്യത്തിൽ മിണ്ടുന്നില്ല? അതായത് പാവപ്പെട്ട ജനങ്ങളെ ഇവിടെ നിന്ന് കുടിയിറക്കപ്പെടുകയും അവരുടെ വീടുകൾ പൊടുന്നതിനെ ഒരു അറിയിപ്പും കൂടാതെ എത്തി രാത്രിക്ക് രാത്രി അത് ഇടിച്ചു നടത്തുന്ന നടപടി ഉണ്ടായിട്ട് പോലും എന്തുകൊണ്ട് മിണ്ടുന്നില്ല എന്ന ചോദ്യമായിരുന്നു ഇവർ ഉയർത്തുകയും ചെയ്തത്. അത് ഈ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള ഒരു അജണ്ടയുടെ ഭാഗമായി മാത്രമാണ് എന്ന രീതിയിലാണ് മുഖ്യമന്ത്രി സിദ്ധരാമയ്യയും ഉപമുഖ്യമന്ത്രി DK ശിവകുമാറും പറയുന്നത്. അതായത് ഏതെങ്കിലും തരത്തിൽ സാധാരണക്കാരായിട്ട്, അതായത് ഈ ഇതിൽ അവകാശമുള്ള ആളുകൾക്ക്, അതായത് മറ്റു സംസ്ഥാനങ്ങളിൽ നിന്ന് കുടിയേറി പാർത്തവർക്കല്ല, ആ സംസ്ഥാനത്തിലുള്ള അതിൽ അവകാശപ്പെട്ട ആരെങ്കിലും ഇതിൽ അഫക്റ്റഡ് ആയിട്ടുണ്ട് എങ്കിൽ അവർക്ക് കൃത്യമായി വീടുകൾ നൽകും. അതിനുവേണ്ടിയുള്ള നടപടികൾ സർക്കാർ സ്വീകരിക്കും. അല്ലാത്തവരെ സംബന്ധിച്ച് യാതൊരുവിധ കാര്യമില്ല. ഗവൺമെന്റിന്റെ ഭൂമിയാണ്, അത് തിരിച്ചെടുക്കുന്നതിന് വേണ്ടിയുള്ള നടപടി എന്തായാലും ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകും. അതിനുവേണ്ടി കൃത്യമായ രീതിയിൽ പലതവണ ഇവർക്ക് നോട്ടീസ് നൽകുകയും ചെയ്തതാണ്. പക്ഷേ ഒഴിഞ്ഞു പോകാൻ തയ്യാറാകാത്തതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു കടുത്ത നടപടിയിലേക്ക് പോകേണ്ടി വന്നതെന്നുള്ളതാണ്. ഏറ്റവും ഒടുവിൽ നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ അനുസരിച്ച് ഇപ്പോഴും അവിടെ ഈ ഇടിച്ചു നിരത്തപ്പെട്ടിട്ടുള്ള ഈ പ്രദേശത്ത് ഇപ്പോഴും ആളുകൾ തടിച്ചുകൂടി നിൽക്കുന്ന ഒരു വിശേഷമുണ്ട്. അവിടെ നിന്ന് പൂർണ്ണമായും ഇന്ന് തന്നെ ഈ രണ്ട് കോളനികളിൽ നിന്നും ആളുകൾ പൂർണ്ണമായും ഒഴിഞ്ഞു പോകണം എന്നുള്ള ഒരു കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥർക്ക് ഇതുമായി ബന്ധപ്പെട്ട നിർദ്ദേശം ഇവരെ നീക്കം ചെയ്യണം എന്നുള്ള ഒരു നിർദ്ദേശവും മുഖ്യമന്ത്രിയുടെ ഓഫീസ് നൽകിയിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും വളരെ വലിയ ഒരു രീതിയിലുള്ള വിമർശനങ്ങൾ, പ്രത്യേകിച്ച് അവിടെ ഏറ്റവും പ്രധാനമായി നമ്മൾ നോക്കിക്കാണേണ്ട ഒരു കാര്യം അവിടുത്തെ പ്രതിപക്ഷം മുൻകാലങ്ങളിൽ ഭരിച്ചിരുന്ന പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടിയാണ് BJP. പക്ഷേ അവർ ഇക്കാര്യത്തിൽ ഒരു തരത്തിലുമുള്ള വിമർശനം ഉന്നയിക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ്. അതായത് ഈ 2 വർഷം കൂടെ കഴിഞ്ഞു കഴിഞ്ഞാൽ കർണാടകയിൽ വീണ്ടും ഇലക്ഷൻ വരാൻ പോവുകയാണ്. അപ്പോൾ ഈ വിഷയം അത്തരത്തിൽ വലിയ രാഷ്ട്രീയ വിവാദമാക്കാൻ പറ്റുന്ന ഒരു വിഷയമാണ് എങ്കിൽ പോലും തന്നെ എന്തുകൊണ്ട് BJP ഈ വിഷയത്തിൽ മിണ്ടുന്നില്ല എന്നൊരു ചോദ്യം ഒരു വശത്ത് ഉയരുകയും ചെയ്യുന്നുണ്ട്. കാരണം എന്ന് പറയുന്നത് മറ്റു സംസ്ഥാനങ്ങളിലും ഇതേ രീതിയിൽ BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലും സമാനമായ രീതിയിൽ ബുൾഡോസർ രാജിലൂടെ വീടുകൾ ഇങ്ങനെ ഇടിച്ചു നിരത്തുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ വലിയ വിമർശനങ്ങൾ ഉന്നയിച്ച പാർട്ടിയാണ് കോൺഗ്രസ്. അവർ ഇപ്പോൾ കർണാടകയിൽ ഇങ്ങനെ ഒരു നടപടി സ്വീകരിക്കുമ്പോൾ ഇവർ മിണ്ടാതിരിക്കുന്നതിന് ചില രാഷ്ട്രീയമുണ്ട് എന്നുള്ളത് വേണം നമുക്ക് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത്. കാരണം ഇനി ഏതെങ്കിലും മറ്റ് സംസ്ഥാനങ്ങളിൽ ഇതേ രീതിയിൽ BJPയുടെ സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഒരു നടപടി ഉണ്ടായാൽ അപ്പോൾ കോൺഗ്രസ് ഇതിനെ വിമർശിച്ച് രംഗത്ത് വന്നാൽ അവർക്ക് കൃത്യമായി ചൂണ്ടിക്കാണിക്കാൻ കർണാടകയിലെ ഈ സംഭവവികാസങ്ങളുണ്ട്. അത് തന്നെയാണ് അവർ മുന്നിൽ കാണുകയും ചെയ്യുന്നത്. യെസ്, ഇതാണ് കർണാടകയിലെ രാഷ്ട്രീയ സാഹചര്യം. കർണാടകയിലും ബുൾഡോസ് രാജ് എന്ന തരത്തിലുള്ള ആരോപണങ്ങളും വിമർശനങ്ങളും ഉയരുമ്പോൾ അതിൽ BJPയുടെ നിലപാടെന്ത്, CPIM ഉൾപ്പെടെയുള്ള പ്രസ്ഥാനങ്ങളുടെയും യുവജന സംഘടനകളുടെയും നിലപാടെന്ത്, കേരളത്തിൽ സംസ്ഥാന സർക്കാരും CPIMന്റെ നേതാക്കളുമൊക്കെ സ്വീകരിച്ച നിലപാടുകൾ ഏത് തരത്തിലാണ് കർണാടകയിലെ നേതാക്കൾ വിലയിരുത്തിയത്, അതിന്റെ വിശദാംശങ്ങളാണ് MG മിഥുൻ നൽകിയത്.